കോട്ടയം നഗരസഭയിലെ സാമ്പത്തിക ക്രമക്കേടിൽ പ്രക്ഷോഭം കടുപ്പിക്കാനൊരുങ്ങി LDF. തിങ്കളാഴ്ച നഗരസഭയ്ക്ക് മുന്നിൽ ധർണ സംഘടിപ്പിക്കും. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടാണ് സമരം. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം 2023 നടത്തിയ അക്കൌണ്ട്സ് പരിശോധനയുടെ റിപ്പോർട്ടിലാണ് 211 കോടിയുടെ ക്രമക്കേട് കണ്ടെത്തിയത്. MM രാഗേഷ് ചേരുന്നു നമുക്കൊപ്പം വീണ്ടും. MM രാഗേഷ്, വലിയ ക്രമക്കേടാണ്, അതിന്മേൽ പ്രതിഷേധവും അന്വേഷണവും ഒക്കെ നടക്കുകയാണോ? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ സംഭവവികാസങ്ങൾ? ഏറ്റവും പുതിയ സംഭവവികാസം എന്ന് പറയുന്നത് ഈ ഒരു വിഷയം LDF വളരെ കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. തിങ്കളാഴ്ച LDFിൻ്റെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുന്നിൽ ധർണാ സമരമാണ് ആദ്യഘട്ടത്തിൽ നടക്കുക. ഇതിനുശേഷമായിരിക്കും പിന്നീട് വാർഡ് തലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ക്യാമ്പയിൻ എന്ന് പറയുന്നത്. ആ ക്യാമ്പയിനുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കാരണം 25 വർഷത്തോളമായുള്ള ഒരു ക്രമക്കേടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് എന്നുള്ളതാണ് LDFിൻ്റെ ആരോപണം. അതായത് UDF വളരെ കാലമായി തന്നെ ഭരിക്കുന്ന നഗരസഭയാണ്. അതുകൊണ്ട് തന്നെ ഈ നഗരസഭയിൽ നടക്കുന്ന അഴിമതി സംബന്ധിച്ചുള്ള ഒരു ക്യാമ്പയിൻ, ആ ക്യാമ്പയിനിലൂടെ തങ്ങൾക്ക് മേൽക്കൈ ഈ വരുന്ന തെരഞ്ഞെടുപ്പിനകത്ത് കിട്ടും എന്നുള്ളതാണ് LDFിൻ്റെ കണക്കുകൂട്ടൽ. ഇപ്പോൾ തന്നെ ഏകദേശം ഒരേ ശക്തി എന്നുള്ള രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിലും നഗരസഭയുടെ ഭരണം കൈയാളുന്നതിലേക്ക് LDFിന് പോകാനായിട്ടില്ല. അത് ഈ ഒരു ക്യാമ്പയിനിലൂടെ നടക്കുമെന്നുള്ളതാണ് LDF കണക്ക് കൂട്ടുന്നത്. ഈ ക്രമക്കേട് സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം 2023 നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ടിന്മേലാണ് ഇപ്പോൾ ഈ കോലാഹലങ്ങളെല്ലാം തന്നെ LDFിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ളത്. പ്രതിഷേധ സമരങ്ങൾ ഇന്നലെ DYFI നഗരസഭാ അധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യനെ ഉപരോധിക്കുന്നതടക്കമുള്ള സമരങ്ങളുമായി മുന്നോട്ട് പോയിരുന്നു. ചെക്കിനത്തിൽ അക്കൗണ്ടിലെത്തേണ്ടുന്ന തുകയാണ് കാണാതെയായിരിക്കുന്നത്. അതായത് രജിസ്റ്റർ സൂക്ഷിച്ചിരുന്നില്ല. ചെക്കിന് സ്വാഭാവികമായും ആരൊക്കെയാണ് ഏതൊക്കെ സമയത്താണ് ലീഫുകൾ പോയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതിനകത്ത് രേഖപ്പെടുത്തും. ഇത്തരത്തിൽ രജിസ്റ്റർ സൂക്ഷിച്ചിരുന്നില്ല. അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യേണ്ടുന്ന ആളുകളായിരുന്നില്ല അക്കൗണ്ട്സ് കൈകാര്യം ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ അക്കൗണ്ട്സ് കൈകാര്യം ചെയ്തിരുന്ന ആളുകളെ ഉൾപ്പെടെ സെക്രട്ടറി വിളിച്ചു വരുത്തുകയും ഇതിനകത്ത് തുടർ അന്വേഷണങ്ങളും നടപടിയും വേണമെന്നാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരുന്നത്. ജില്ലാതല സമിതി തങ്ങളുടെ പരിമിതികളും ഇതിനകത്ത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സംസ്ഥാന തല സമിതിയായിരിക്കണം അക്കൗണ്ടിംഗ് എക്സ്പേർട്ടുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ക്രമക്കേട് സംബന്ധിച്ച പരിശോധന നടത്തേണ്ടത്. മറ്റേതെങ്കിലും അക്കൗണ്ടിലേക്ക് ഈ തുക കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും ഇതിനകത്ത് പരിശോധിക്കണമെന്ന് പറയുന്നുണ്ട്. ഇതിന്റെ പ്രായോഗിക പരിശോധനകൾ എത്രമാത്രം മുന്നോട്ട് പോകുമെന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിലേ അറിയൂ.